എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അതുപോലെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, അത് ഇതാണ്: നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ആ വീട്ടിലെ വാസ്തുദോഷം നമുക്ക് ഏൽക്കുമോ? ഇതിന് ഉത്തരം നൽകുവാൻ എടുക്കുന്ന ഒരു സാധാരണ ഉദാഹരണം ഞാനും പറയാം. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം, എന്താണ് വാസ്തു എന്ന പദത്തിൻ്റെ അർത്ഥം? വസ് എന്നാൽ താമസിക്കുക. ഇവിടെ തു എന്നാൽ ജഗത്തിൻ്റെ നാഥൻ അഥവാ ജഗത്തിൻ്റെ ഉടമസ്ഥൻ അഥവാ ജഗദീശ്വരൻ. ജഗദീശ്വരന് വസിക്കേണ്ട സ്ഥാനം, അതാണ് വാസ്തു എന്ന പദത്തിന് അർത്ഥം. ഒരു കാര്യം ആലോചിച്ചു നോക്കുക. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും താമസിക്കുന്ന വീടും അത് ആരുടേതാണ്? ഒരു കുപ്പായം അത് പഴകുമ്പോഴോ കീറുമ്പോഴോ അതിനെ ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ ശരീരത്തെ ഉപേക്ഷിച്ചു പോകുന്ന നമുക്ക് എവിടെ നിന്നാണ് സ്വന്തം വീട്? അല്ലേ? എല്ലാം താൽക്കാലികം മാത്രമാണ്. ഈ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം ഒരുപോലെ ആയിരിക്കും. താൽക്കാലികമായി വാടക വീട് എടുത്ത് താമസിക്കുമ്പോൾ ആ വീട് വാസ്തു നിയമങ്ങൾ പാലിച്ചാണോ ഉണ്ടാക്കിയതെന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ പേർക്കും ഉള്ളത്. രാശിയും സമയവും നോക്കി കാശ് ചിലവാക്കി ഉണ്ടാക്കിയ അതിൻ്റെ ഉടമസ്ഥനാണ് ആ വീട്ടിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണോ? ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ ആദ്യം ഉണ്ടായി വരുന്ന എനർജി ഫീൽഡ്, അതായത് ഊർജ തലം ആണ് ബ്രഹ്മം. ഈ ശക്തി സുവർണ നിറത്തിൽ നിർമ്മിതിയുടെ കേന്ദ്ര ഭാഗത്തായി രൂപം കൊള്ളുന്നു. അതിനുശേഷം ഭൂതർ, ആര്യമ, അതിനുശേഷം മിത്ര, വിവസാൻ എന്നീ ശക്തികളും പിന്നീട് മേൽക്കൂര അഥവാ സീലിംഗ് വരെ ആകുമ്പോഴേക്കും 45 ശക്തികൾ ഭവനത്തിനുള്ളിൽ രൂപം കൊള്ളുന്നു. ഇങ്ങനെ 45 ശക്തികളുടെയും സമ്പൂർണ്ണ ശക്തി വലയങ്ങൾ ഒരു ഭവനത്തിനുള്ളിൽ ഉണ്ട്. ഈ ശക്തി സ്രോതസ്സുകളുടെ തരംഗങ്ങൾ മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും സ്വാധീനം ചെലുത്തുന്നവയാണ്. ഭവനത്തിനുള്ളിലെ ഈ ശക്തി തരംഗങ്ങൾ അവിടെ താമസിക്കുന്നത് മാത്രമേ ഏൽക്കുകയുള്ളൂ. ഒരു ക്ഷേത്രത്തിൽ നാം ചെല്ലുമ്പോൾ അവിടെയുള്ള പോസിറ്റീവ് എനർജി നമുക്ക് എങ്ങനെയാണോ ബാധിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഭവനത്തിലും. ചിലരുടെ വീടുകളിൽ നമുക്ക് അധിക നേരം ഇരിക്കാൻ തോന്നുകയില്ല. അതുപോലെ ചില കടകളിൽ ചെന്നാൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പോലും വാങ്ങാതെ നമ്മൾ തിരിച്ചിറങ്ങും. എന്നാൽ ചില കടകളിൽ കയറിയാലോ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരെയും നമ്മൾ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരും, അല്ലേ? ഇതാണ് വാസ്തുവിൻ്റെ പ്രഭാവം. നാം വസിക്കുന്നത് അത് വാടക വീടായിരുന്നാലും അത് കമ്പനി നൽകിയ ക്വാർട്ടേഴ്സ് ആണെങ്കിലും വാസ്തു നിയമങ്ങൾ പാലിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവിടെ താമസിക്കുന്നവർക്ക് വേഗം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്ന്. അവിടെ ചെന്നതിന് ശേഷം ജോലിയിൽ പ്രമോഷൻ ഉണ്ടായി, മകളുടെ വിവാഹം നടന്നു, മകന് വിദേശത്ത് നല്ല ജോലി ലഭിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പോസിറ്റീവ് ഫലങ്ങൾ നിങ്ങൾക്ക് വാടക വീട്ടിൽ നിന്ന് ലഭിക്കുന്നു എങ്കിൽ വാസ്തുദോഷമുള്ള വീടിന്റെ നെഗറ്റീവ് ഫലങ്ങൾ എങ്ങനെയാണ് വീടിന്റെ ഉടമസ്ഥൻ അനുഭവിക്കേണ്ടി വരിക? അതും അവിടെ താമസിച്ചവർക്കേ ഏൽക്കുകയുള്ളൂ. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് 2 പേർക്കിടയിലും വഴക്കാണ്. മക്കൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം തന്നെ നഷ്ടമായി, കച്ചവടം നഷ്ടമായി, എപ്പോഴും അസുഖങ്ങളാണ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നതും നമ്മളുടെ മക്കൾ വിദ്യാഭ്യാസത്തിനായി പോകുന്നതും നമ്മൾ വിശ്രമിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആ ഭവനത്തിൽ തന്നെയല്ലേ? നമ്മൾ താൽക്കാലികമായാണല്ലോ ഒരു വാടക വീട്ടിൽ കഴിയുന്നത്.
എപ്പോൾ വരെ നമുക്കവിടെ കഴിയണം? അതെ, നമുക്കായി ഒരു ഭവനം ഉണ്ടാകും വരെ, അല്ലേ? അത് ഉണ്ടാവണമെങ്കിലോ നമുക്ക് ധനമുണ്ടാകണം. അത് വേണമെങ്കിലോ നമുക്ക് ധൈര്യമുണ്ടാകണം. ആ ധൈര്യമുണ്ടാകണമെങ്കിലോ നമുക്ക് കുടുംബത്തിൽ ഐക്യത വേണം. ഈ ഐക്യത കുടുംബത്തിൽ ഉണ്ടാവാനോ നമുക്ക് പരസ്പരം സ്നേഹവും വിശ്വാസവും വേണം. നമുക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടാവണമെങ്കിലോ നമുക്ക് മനസ്സിന് ശാന്തത വേണം. മനസ്സിന് ശാന്തിയും സമാധാനവും വേണമെങ്കിലോ അറ്റ്മോസ്ഫിയർ അഥവാ വാതാവരണം നന്നായിരിക്കണം. ഈ വാതാവരണം എന്നാൽ എന്ത്? വാദ് എന്നാൽ കാറ്റ്, വരുണ എന്നാൽ ജലം. കാറ്റും ജലവും ശരിയായിരിക്കണം. ചൈനീസ് ഭാഷയിൽ ഇതിനെ ഫെങ് ഷൂയി എന്ന് പറയുന്നു. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം പറയാനിരുന്ന ആ ഉദാഹരണം കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. നിങ്ങൾ ഒരു കാർ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുകയാണെന്ന് കരുതുക. അത് വഴിയിൽ എവിടെയെങ്കിലും ആക്സിഡന്റിൽ പെട്ടുപോയാലോ ഏതെങ്കിലും തരത്തിൽ ആ കാറിന് തകരാറ് സംഭവിച്ചാലോ ആ പ്രശ്നം അനുഭവിക്കുന്നത് ആ കാറിന്റെ ഉടമയാണോ അതോ ആ കാർ ഓടിക്കുന്ന നിങ്ങൾക്കാണോ? അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വാസ്തുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. ഇനിയുള്ള ചോദ്യം ഇതാണ്: വല്ലവരുടെ വീടിനെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന്. അതായത് ഇവരുടെ എല്ലാം മനസ്സിലുള്ളത് ഇടിച്ച് പൊളിക്കുക എന്നതേ സൊല്യൂഷൻ ഉള്ളൂ എന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. വാസ്തു ശാസ്ത്രത്തിന്റെ പേരിലോ വാസ്തു ദോഷത്തിന്റെ പേരിലോ നിർമ്മാണങ്ങളെ ഇടിപ്പിക്കാനോ പുനർനിർമ്മിക്കാനോ പാടില്ല എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയമായ മാർഗങ്ങൾ എനിക്ക് അറിയാം എന്നതുകൊണ്ട് മാത്രമല്ല. പിന്നെയോ അങ്ങനെ നിങ്ങൾ നിർമ്മിച്ച് താമസിക്കുന്ന വീടിനെ വാസ്തുദോഷത്തിന്റെ പേരിൽ ഇടിപ്പിച്ചാൽ അത് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ദോഷങ്ങൾ വരുത്തി വയ്ക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ചില വീടുകൾ നമുക്ക് നല്ല ഭാഗ്യം തരുന്നവയായിരിക്കും. വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് 21 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാകും. സൂക്ഷ്മ നിരീക്ഷണം വേണമെന്നേ ഉള്ളൂ. ഹോട്ടലിൽ പോയി മുറിയെടുക്കുമ്പോഴും സത്രങ്ങളിൽ തങ്ങുമ്പോഴും നമുക്ക് വാസ്തു നിയമങ്ങൾ പാലിക്കേണ്ടതില്ല. വാടക വീട് എടുക്കുമ്പോൾ കൂടുതലൊന്നും അറിയില്ല എങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഏതൊക്കെയെന്ന് പറയാം. വീടിന്റെ പ്രധാന വാതിൽ ഒരിക്കലും തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ആയിരിക്കരുത്. ഇത് നിങ്ങൾക്ക് വലിയ ദുരിതങ്ങൾ തരും. ഇതുപോലെയുള്ള വീട്ടിൽ കയറിയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വേഗം ഇറങ്ങിപ്പോകാനും സാധിച്ചു എന്ന് വരില്ല. അതുപോലെ കിടപ്പുമുറി വടക്ക് കിഴക്ക് ദിശയിൽ ആയിരിക്കരുത്. അടുക്കള തെക്ക് പടിഞ്ഞാറ് ദിശയിലും ആയിരിക്കരുത്. കിണറോ കുഴിയോ സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ പാടില്ല. അതുപോലെ ടോയ്ലറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ ഉള്ള വീടിനെയും ഒരിക്കലും എടുക്കരുത്. സ്വന്തം ശരീരത്തെ പോലെ ഭവനത്തെ കാണണം. സ്വന്തം ശരീരത്തെ അന്യരുടേതുപോലെ കരുതിയല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശരീരത്തെ ശ്രദ്ധിച്ചില്ല എങ്കിലോ? അതുതന്നെയാണ് ഭവനത്തിന്റെ കാര്യം. സ്വന്തമായി കരുതുക, അവിടെ താമസിക്കുന്നവരെ. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.